മനുഷ്യൻ്റെ മനസ്സിനെ തിരിച്ചു പിടിക്കാനാണ്, അല്ലെങ്കിൽ അതിനെ ശുദ്ധമാക്കി ദൈവപ്രകാശം മനുഷ്യനിലേക്ക് തിരികെ കൊണ്ടുവരാനാണ് ഗുരുക്കന്മാർ എന്നും പരിശ്രമിച്ചിട്ടുള്ളത്. ഇതിന് യുഗങ്ങളുടെ പഴക്കം കാണാം. നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ മറന്നുപോയ യുഗപ്പഴക്കം തന്നെ കാണാം. ശ്രീരാമ ഗുരു തൊട്ട് നമ്മളെ ബ്രഹ്മത്തെ ആരാധിക്കാൻ പഠിപ്പിച്ചവരാണ്. നമ്മുടെ മനസ്സിൽ സ്വാധീനിച്ചു നിൽക്കുന്ന, നമ്മുടെ മനസ്സിനെ കീഴടക്കി നിൽക്കുന്ന ആ കർമ്മദോഷം, യുഗങ്ങളായിട്ട് തെറ്റിപ്പോയ ആ കർമ്മദോഷം, അതുകൊണ്ട് മനസ്സിൽ വന്നു മൂടിയ ഇരുൾ, പരസ്പരം വിദ്വേഷിക്കുന്നതിനും ദുഷ്ഭാവന കാണുന്നതിനും നമുക്ക് വേഗം കഴിയും. ഈ ദുഷിച്ച ഭാവനകളെ മാറ്റി സൽഭാവനകളും സൽചിന്തരാക്കാനും ഗുരുക്കന്മാർ വന്നു. നമുക്ക് ആഗ്രഹമുണ്ട് എല്ലാം പോസിറ്റീവായിട്ട് കാണാൻ, നല്ലത് ചിന്തിക്കാൻ, നല്ലത് പ്രവർത്തിക്കാൻ. പക്ഷേ നമുക്കത് പ്രാക്ടിക്കലാക്കാൻ പറ്റിയ ബുദ്ധിമുട്ട്. നമുക്കെല്ലാവരും സ്നേഹിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എല്ലാവരെയും സ്നേഹിക്കാൻ നമുക്ക് പ്രാക്ടിക്കലാകാൻ തടസ്സമായിട്ട് വരുന്നൊരു ഭാഗം. സാമൂഹിക ഇമേജ് ഒരു തടസ്സമാണ്. എല്ലാവർക്കും ഇമേജുണ്ട്, നമുക്കും ഇമേജുണ്ട്. നമുക്കും കുറേ കൂടി നമ്മൾ അവരെന്നെ സ്നേഹിക്കാൻ കുറേ കൂടി താഴെത്തട്ടിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരു വലിയൊരു സൗഹൃദ വലയം തന്നെ സൃഷ്ടിക്കാനാകും. നമ്മൾ പരസ്പരം മസിൽ പിടിച്ച് നമ്മുടേതായ മേന്മകളെ നമ്മൾ ഊറ്റം കൊണ്ട് നടക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഊറ്റം കൊണ്ട് നടക്കുന്നവരാണെന്നൊരു ചിന്ത നമുക്ക് കിട്ടിയാൽ നമുക്ക് അങ്ങാട്ടി ചെന്ന് നമ്മളോട് അനാവശ്യം പറഞ്ഞവനെ അല്ലെങ്കിൽ നമ്മളെ വിമർശിച്ചവനോട് നമുക്ക് ക്ഷമിക്കാനും അവൻ്റെ ആ അറിവില്ലായ്മ ബോധത്തെ ഉൾക്കൊണ്ട് സ്നേഹിക്കാനും കഴിയും. മനുഷ്യൻ്റെ നഷ്ടപ്പെട്ടു പോയ മനസ്സ്, അതിന് യുഗകാല പഴക്കമുണ്ട്. ബ്രഹ്മസ്മരണ മാഞ്ഞുപോയ ഒരു ശാപം കിട്ടിയ ഒരു കാലം തൊട്ട് ഇങ്ങോട്ട് അനവധി ഗുരുക്കന്മാർ നമ്മളെ മനസ്സിനെ തിരിച്ചെടുക്കാൻ വന്നു. നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ച് നിൽക്കുന്ന, എല്ലാ സമയവും വിദ്വേഷ ഭാവനകൾ തരാൻ കഴിവുള്ള ഒരു ദോഷ സ്വാധീനത്തിൻ്റെ വലയത്തിലാണ് മാനവരാശി മുഴുവൻ. ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ഗുരുക്കന്മാരെ മനസ്സിലാക്കാനോ മാനിക്കാനോ കഴിയില്ല. മരിച്ചു കഴിഞ്ഞാൽ ആട്ടും പാട്ടുമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു ആഘോഷ പരിപാടിയായിട്ട് നാം ചെയ്യുന്നൊരു ഭാഗം. അവരുടെ വാക്കുകൾ ജീവിച്ചിരിക്കുമ്പോൾ മാനിക്കാനോ അതിനുള്ള മാനസികാവസ്ഥ നമ്മളെ സ്വാധീനിച്ച് നിൽക്കുന്ന പിതൃസ്വാധീനങ്ങൾ നമുക്ക് തരാത്ത ഭാഗം, അല്ലെങ്കിൽ വിമർശിക്കുന്നൊരു ഭാഗം, പിന്നീട് കാലശേഷമായിരിക്കും പറഞ്ഞതെല്ലാം ശരിയായിരുന്നല്ലോ എന്നോർത്ത് പശ്ചാത്തപിക്കുന്നത്. നമ്മുടെ മനസ്സിനെ ബാധിച്ചു നിൽക്കുന്ന തെറ്റിപ്പോയ കോടാനുകോടി പിതൃദോഷങ്ങൾ തന്നെ തലക്ക് മുകളിൽ നിൽക്കുകയാണ്. നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുക എന്നുള്ളത് ആ പിതൃക്കളെ ശുദ്ധീകരിക്കുന്ന ഒരു ഭാഗമാണ്. പൗർണമി ദിവസങ്ങളിലെ പ്രാർത്ഥന പിതൃമോചനത്തിനായി അല്ലെങ്കിൽ പിതൃക്കൾ ജനിക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ദോഷം ഗുരുക്കന്മാർ മാറ്റിത്തരുന്നു, അല്ലെങ്കിൽ ദൈവം മാറ്റിത്തരുന്നു. വിവാഹം കഴിക്കാൻ അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷം കുട്ടികളില്ലാത്ത ഒരു ഭാഗം, ജനിക്കാൻ പോലും ഭാഗ്യമില്ലാത്ത പിതൃക്കളായിട്ട് മാറിയിരിക്കുന്ന ഒരു കർമ്മവിശേഷമാണ് നമുക്ക് സാമകാലികമായിട്ട് കാണാൻ കഴിയുന്നത്. നമ്മുടെ മനസ്സിൻ്റെ ദോഷം കാണാനുള്ള ഭാവനകൾ, ദുഷിച്ച ചിന്തകൾ, ഇതൊക്കെ മാറ്റി മനസ്സിനെ ശുദ്ധീകരിച്ച് നമുക്ക് മനുഷ്യരായിട്ട് മാറേണ്ടതുണ്ട്. നമുക്ക് ആരെ നോക്കിയാലും വിദ്വേഷ ചിന്തകൾ കാണുന്നതിന്, വിമർശിക്കുന്നതിന് യാതൊരുവിധ തടസ്സവുമില്ല. എന്തെങ്കിലും ഒരു നല്ല കാര്യം ഒരുത്തനിൽ കാണാനോ അവനെ സ്നേഹിക്കാനോ ആണ് നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത്. നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് അവർ ചെയ്യുന്ന നന്മകളെ ഉൾക്കൊണ്ട് അവരെ സ്നേഹിക്കുക എന്നല്ലാതെ എല്ലാവരെയും വിമർശിക്കാൻ പോയാൽ നാം അല്ലാതെ എല്ലാവരെയും നാം വിമർശിക്കുന്ന ഒരു ഗതികേടിലേക്ക് പോകും. ഗുരുക്കന്മാർ വന്നത് നമ്മുടെ മനസ്സിനെ തെളിക്കാനാണ്. മനസ്സിനെ സ്വാധീനിച്ച് നിൽക്കുന്ന ആ പിതൃസ്വാധീനങ്ങൾ അല്ലെങ്കിൽ പൈശാചിക ആരാധനാ ഭാവത്തിൽ വന്ന ആ ദോഷങ്ങൾ നമുക്ക് മാറ്റി പരസ്പര സഹോദര സ്നേഹമുണ്ടാകാനും സുഹൃത്ത് വലയങ്ങളെ വിപുലീകരിക്കാനും കഴിയുന്നൊരു ഭാഗം. നമുക്ക് നമ്മുടെ വീടിനെ നോക്കിയാൽ സഹോദരങ്ങൾ പോലും ഒരു ഐക്യമില്ല എന്ന് കാണാം, പല സ്വഭാവത്തിലാണെന്ന് കാണാം. എന്തുകൊണ്ട് നമുക്കിത് സംഭവിച്ചു എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. നമുക്ക് ഒരു ഏക ആരാധനയിലൂടെ മാത്രമേ, അല്ലെങ്കിൽ ഒരു ഗുരുവിനെ ആരാധിക്കുമ്പോഴാണ് ഒരു കുടുംബം ഒരു ഏകതാ സ്വഭാവത്തിലേക്ക് മാറുന്നത്. ദേവീദേവ ആരാധനകൾ പലതും പല സ്വഭാവത്തിലും പല ഇഷ്ടത്തിലുള്ളതാണ്. ഒരു കുടുംബത്തിൽ പല സ്വഭാവ കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കാനേ അത് ഉതകുള്ളൂ.
കലിയുഗം ഏകദൈവ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നു. ഏതെങ്കിലും ഒരു ഗുരു പരമ്പരയിൽ കുടുംബമായിട്ട് പ്രാർത്ഥിക്കുക, ഒരു ഗുരുവിനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് സ്വഭാവ ഐക്യത്തിന് കാരണമാകുന്നത്. ആചാരങ്ങൾ ഏകീകരിച്ചു മാത്രമേ മനുഷ്യർക്ക് ഒരുമ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. നബി തിരുമേനി ഒരു നിസ്കാരം ലോകത്ത് നടപ്പാക്കിയപ്പോൾ എത്രയോ ഗോത്ര സ്വഭാവത്തിൽ അല്ലെങ്കിൽ മതങ്ങളിൽ, ഹിന്ദു വിഭാഗങ്ങളിൽ തന്നെ പല ജാതികളിൽ ജീവിച്ചിരുന്നവർ ഇസ്ലാം എന്ന ഒരു മതത്തിൻ്റെ കീഴിൽ ഒന്നിച്ചു ആർഭാടമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഗുരുക്കന്മാർക്ക് മതമില്ല. അവരെല്ലാ മതത്തിലെ അധകൃതരെയും പീഡിതരെയും സംരക്ഷിച്ച് അവരുടെ ആശയങ്ങൾ, അവരുടെ സ്നേഹം ലോകത്ത് നടപ്പാക്കി. ആരാധന അതിൽ മുഖ്യമായ ഒരു കടമയാണ്. രാവിലെയും വൈകിട്ടുമുള്ള പ്രാർത്ഥനകൾ, നിസ്കാരങ്ങൾ മാനവരെ ഒരുമിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. ആചാരാനുഷ്ഠാനങ്ങൾ മാനവരെ ഒന്നിപ്പിക്കുന്ന ഒരു സാധനമാണ്. മനുഷ്യരുടെ മനസ്സിനെ ശുദ്ധമാക്കി പിതൃസ്വാധീനങ്ങളിൽ നിന്ന്, മോശസ്വാധീനങ്ങളിൽ നിന്നും മാറ്റാനും നല്ല പിതൃക്കൾ നമ്മുടെ മക്കളായിട്ട് ജനിക്കാനും അവർക്ക് മോചനത്തിന് വേണ്ടിയിട്ടും നമ്മളെ സഹായിക്കുന്നവരാണ് ഗുരുക്കന്മാർ. നാം ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെ താന്തോന്നിത്തരവും ദുർസ്വഭാവവുമെല്ലാം ഇതില്ല എന്ന് പറയുമ്പോൾ നമുക്ക് യഥേഷ്ടം പ്രകടിപ്പിക്കാനും ഒരു അരാജകത്വത്തിലേക്ക് പോകുവാനും നമുക്ക് സാധിക്കും. ഇതെല്ലാം ഉള്ളതാണ്. ആത്മാക്കളും ജന്മാന്തരങ്ങളും പിതൃസ്വാധീനങ്ങളും എല്ലാം ഉള്ളതാണ്. നമുക്ക് ആ ഒരു സ്വാധീനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് ചിന്തിക്കുമ്പോൾ പ്രാർത്ഥനയാണ് നമുക്ക് തന്നിരിക്കുന്നത്. പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി, പിതൃസ്വാധീനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ മനസ്സിൽ സ്വാധീനിച്ചിരിക്കുന്ന ആ ദൂഷിച്ച ആത്മാക്കളെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുക. അനുനിമിഷം പരിശ്രമിക്കുക എന്നുള്ളതാണ് സൽഗുരു ഈശ്വരൻ.